students, welcome back to another class by Alpha Tutors. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 CBSE മാത്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്വാഡ്രിലാറ്ററൽസിന്റെ എക്സസൈസിലെ 8.1ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ആക്ച്വലി കുറച്ച് ദിവസം വീഡിയോ ഇട്ട് കാര്യം വരുന്നില്ല, എൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് അപ്ഡേറ്റ് ആക്കാൻ പറ്റാത്തതാണ്. ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. കുറച്ച് പേർക്ക് റിപ്ലൈ തരാൻ വൈകിട്ടുണ്ട്, സോറി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? The angles of the quadrilateral are in the ratio of 3:5:9:30. Find all the angles of the quadrilateral. അപ്പോൾ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട് അല്ലേ? ഈ ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ആംഗിൾസ് ഒക്കെ ഒരു പ്രത്യേക റേഷ്യോയിലാണ് ഇരിക്കുന്നത്. ഏത് റേഷ്യോയിലാണ്? 3:5:9:13 റേഷ്യോയിലാണ് ഇതിന്റെ ആംഗിൾസ് ഇരിക്കുന്നത്. എങ്കിൽ ഇതിൽ ഓരോ ആംഗിളും എത്ര എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി റേഷ്യോ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കോമൺ നമ്പർ കൊണ്ട് റെഡ്യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ ആയിട്ടുള്ള റേഷ്യോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കോമൺ നമ്പർ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എന്താ? ആദ്യത്തെ ആംഗിൾ 3x ആയിട്ട്, രണ്ടാമത്തെ ആംഗിൾ 5x ആയിട്ട്, മൂന്നാമത്തെ ആംഗിൾ 9x ആയിട്ട്, നാലാമത്തെ ആംഗിൾ 13x ആയിട്ട് വരുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് എക്സ് എടുത്തത്? റേഷ്യോ എന്ന് പറയുന്ന ഒരു കോമൺ നമ്പർ കൊണ്ട് റെഡ്യൂസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരു കോമൺ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുന്നതായിരിക്കും. സോ ആ കോമൺ നമ്പർ എക്സ് ആയിട്ട് എടുത്തു. അത് ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ക്വാഡ്രിലാറ്ററൽസിന്റെ ആംഗിൾസിന്റെ എന്ത് പ്രത്യേകത അറിയാം? നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞാണ്. എല്ലാ ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലാറ്ററിന്റെ സം എത്രയ്ക്ക് ഈക്വൽ ആണ്? 360 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. സം ഓഫ് ദി ഓൾ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ എന്തായിരിക്കും? 3x പ്ലസ് 5x പ്ലസ് 9x പ്ലസ് 13x ഇസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ടാവും? 3x പ്ലസ് 5x പ്ലസ് 9x പ്ലസ് 13x എത്രയായിരിക്കും? 30x ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി ആയിട്ട് കിട്ടും. x is equal to 360 divided by 30 is equal to 12 ആയിട്ട് കിട്ടി അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടി? 12 ആയിട്ട് കിട്ടി. നമുക്കിനി 12 എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ആംഗിൾസ് എത്രയാണെന്ന് കിട്ടുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 12 ആയിരിക്കും. സോ 3x ഇസ് ഈക്വൽ ടു 3 × 12 ഇസ് ഈക്വൽ ടു 36. 5x is equal to 5 × 12 is equal to 60 degree. 9x is equal to 9 × 12 is equal to 108 degree. 13x is equal to 13 × 12 is equal to 156 degree. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്? നമ്മൾ എല്ലാ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ആംഗിൾസ് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? If the diagonals of a parallelogram are equal, then show that it is a rectangle. അതായത് ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ പേര് എന്തായിട്ട് എടുക്കാം? ABCD ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ഈ പാരലോഗ്രാമിന്റെ ഡയഗണലുകൾ എന്താണ്? ഈക്വൽ ആണ്. അതായത് BD is equal to AC ആണ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്? ABCD എന്ന് പറയുന്ന പാരലോഗ്രാം ഒരു റെക്ടാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ? റെക്ടാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിന്റെ എല്ലാ ആംഗിൾസ് എന്തിന് ഈക്വൽ ആയിരിക്കും? 90 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കണം അല്ലെ? പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് നമുക്ക് അറിയാം. പക്ഷെ എന്താണ്? എല്ലാ ആംഗിൾസ് ഓഫ് പാരലോഗ്രാം 90 ഡിഗ്രി അല്ല. നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ ആംഗിൾസും 90 ഡിഗ്രിക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിലൂടെ നമ്മൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഒരു കോമൺ ബേസ് ആയിട്ടുള്ള ഒരു രണ്ട് ട്രയാങ്കിൾ കൺസിഡർ. നമുക്ക് എന്ത് ചെയ്യാം? BC എന്ന് പറയുന്ന ഒരു കോമൺ ബേസ് എടുക്കാം. ആ കോമൺ ബേസ് വരുന്ന രണ്ട് ട്രയാങ്കിൾ ആയിട്ടുള്ള ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഏതൊക്കെ രണ്ട് ട്രയാങ്കിൾ? ഒന്നെന്ന് പറയുന്നത് BCD എന്ന ട്രയാങ്കിൾ, ഒന്നെന്താണ്? ABC എന്ന് പറഞ്ഞ ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ BCD. ഓക്കെ അല്ലേ? നമുക്കിനി എന്ത് ചെയ്യണം? ഇവർ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. BC is equal to BC. എന്തുകൊണ്ട്? കോമൺ സൈഡ്. അപ്പോൾ എന്ത് എഴുതാം? BC is equal to BC. എന്താണ് റീസൺ? ബിക്കോസ് ദേ ആർ കോമൺ സൈഡ്. അത് ഓക്കെയാണ്. ഇനി എന്താ അറിയാം?
എ ബി ഇസ് ഈക്വൽ ടു സി ഡി. എന്തുകൊണ്ട്? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ. സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ഈക്വൽ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? എ ബി ഇസ് ഈക്വൽ ടു സി ഡി ആയിട്ട് എഴുതാം. എന്താണ്? പാരലോഗ്രാത്തിന്റെ സൈഡ് എന്തായിട്ട് വരുന്നു? ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അത് ഓക്കെയാണ്. നമുക്കിനി എന്ത് ചെയ്യാം? എ സി ഇസ് ഈക്വൽ ടു ബി ഡി. എന്തുകൊണ്ടാ? തന്ന കാര്യമാണ്. പാരലോഗ്രാത്തിന്റെ ഡയഗണൽ എന്താണ്? ഈക്വൽ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ബി ഡി ഇസ് ഈക്വൽ ടു എ സി. എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ആയിട്ടുള്ള കാര്യമാണ്. ഡയഗണൽ ഓഫ് ദി പാരലോഗ്രാം ഇസ് ഈക്വൽ എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രന്റ് ആയിട്ട് വന്നു. എന്തുകൊണ്ട്? മൂന്ന് സൈഡുകളും ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ എന്തായിരിക്കും? ട്രയാങ്കിൾ എ ബി സി ഇസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ ബി സി ഡി. എന്താണ് റീസൺ? എസ് എസ് റൂൾ വെച്ചിട്ട് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ട് വരത്തില്ലേ? എന്തുകൊണ്ട്? സി പി സി ടി റൂൾ വെച്ച്. അപ്പൊ എന്തായിരിക്കും? ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഡി. ആരാ റൂള്? സി പി സി ടി റൂൾ. എന്താണ് സി പി സി ടി റൂൾ? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് എ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ കോൺഗ്രുവന്റ് വന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് പാർട്സ് എന്തായിട്ട് വരുന്നു? ഈക്വൽ ആയിട്ട് വരുന്നു. അപ്പൊ അത്രയും കാര്യം മനസ്സിലായാലോ? നമുക്കിവിടെ എന്താ എടുത്ത് എഴുതാവേ. എ ബി സി ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഡി. എന്തുകൊണ്ട്? സി പി സി ടി റൂൾ ആണ്. അത്രയും മനസ്സിലായാലോ? ഇനി ഇത് ഇത്രയും മാറ്റമാണ്. കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമുക്കിപ്പോൾ ഇതൊരു പാരലോഗ്രാം ആണ് അല്ലെ? അപ്പൊ രണ്ട് പാരലൽ സൈഡ്സിനെ ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്യുന്നു അല്ലെ? ഇത് സി എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് അല്ലെ? അത്ര മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് ആക്ച്വലി ഇത്രയും പാർട്ട്. രണ്ട് പാരലൽ സൈഡ്സിനെ ഒരു ട്രാൻസ്വേഴ്സൽ ആയിട്ടുള്ള ബി സി കട്ട് ചെയ്യും. ലൈൻസ് ആൻഡ് ആംഗിൾ ചാപ്റ്റർ പഠിച്ച സമയത്ത് പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഒരു പാരലൽ ലൈൻസിന് ട്രാൻസ്വേഴ്സൽ ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ഏത് ആംഗിൾ ആയിട്ട് വരുന്നു? കോ ഇന്റീരിയർ ആംഗിൾ ആയിട്ട് വരുന്നുണ്ടാവും അല്ലെ? അപ്പൊ എന്തായിരിക്കും? ഇത് രണ്ടും ഒരു പാരലൽ സൈഡ് ആയിരിക്കും. ഇത് രണ്ട് ആരായിട്ട് വരുന്നു? കോ ഇന്റീരിയർ ആംഗിൾ ആയിട്ട് വരുന്നുണ്ടാവും. സോ കോ ഇന്റീരിയർ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ സം ആർക്ക് ഈക്വൽ ആവുന്നു? 180 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ട് വരുന്നു. അപ്പൊ എന്തായിരിക്കും? ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ബി സി ഡി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ എന്തായിരിക്കും? ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്താണ്? രണ്ടാൾക്കാരും ഈക്വൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു. അവർ രണ്ടുപേരും കോ ഇന്റീരിയർ ആംഗിൾ ആയതുകൊണ്ട് നമുക്കത് 180 ഡിഗ്രി ആയിട്ട് കിട്ടുകയും ചെയ്തു. അതത്ര ഓക്കെ അല്ലേ? അപ്പൊ 2 ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 180 ബൈ 2 ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ആംഗിൾ എ ബി സി ആംഗിൾ ബി സി ഡി ഈക്വൽ ആയതുകൊണ്ട് രണ്ടുപേരും എന്തിന് ഈക്വൽ ആയിട്ട് വന്നു? 90 ഡിഗ്രിക്കായിട്ട് ഈക്വൽ ആയിട്ട് വന്നു. സോ ഇത് രണ്ടും എന്തായിട്ട് വന്നു? 90 ഡിഗ്രി ആയിട്ട് വന്നു. അതത്ര ഓക്കെ അല്ലേ? ഇതേപോലെ നമുക്ക് അപ്പുറത്തെ സൈഡ് എടുത്തൂടെ? എങ്ങനെയായിരിക്കും അപ്പുറത്തെ സൈഡ് എടുക്കുന്നുണ്ടാവുന്ന? നമ്മൾ എ ഡി എന്ന് പറയുന്ന ഒരു ബേസ് ആയിട്ട് എടുത്തിട്ട് അത് വെച്ചുണ്ടാകുന്ന രണ്ട് ട്രയാങ്കിൾ ആയിട്ടുള്ള ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുന്നുണ്ടാവും അല്ലെ? ഏതായിരിക്കും? ട്രയാങ്കിൾ എ ഡി ബി അല്ലെ? ട്രയാങ്കിൾ എ ഡി ബി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി നമ്മൾ എടുക്കും അല്ലെ? അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് കോൺക്രീറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രൂവ് ചെയ്തൂടെ? എന്താണ്? എ ഡി ഇസ് ഈക്വൽ ടു എ ഡി കോമൺ സൈഡ്. എ സി ഇസ് ഈക്വൽ ടു ബി ഡി. എന്തുകൊണ്ട്? ഡയഗണൽസ് ഈക്വൽ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ഈ രണ്ട് സൈഡും ഈക്വൽ ആണ് ഡ്യൂ ടു ഇറ്റ്സ് പാരലൽ സൈഡ്. അപ്പം രണ്ട് ട്രയാങ്കിൾ കോൺഗ്രന്റ് ആയിട്ട് വരുന്നു. എസ് 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 തിയറം വെച്ച്. സോ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നു ഡ്യൂ ടു സി പി സി ടി റൂൾ ആയിട്ട് വരുന്നു. പിന്നെ എന്തായിരിക്കും വരിക? നമ്മൾ നേരത്തെ എടുത്ത പോലെ ഇതും ഒരു പാരലൽ സൈഡ്സും ട്രാൻസ്വേഴ്സൽ ലൈനും ആയിരിക്കും. അപ്പൊ അതൊരു കോഇന്റർ ആംഗിൾ ആയിട്ട് വരുന്നു. സോ അതും എന്തായിട്ട് വരുന്നു? 90 ഡിഗ്രി ആയിട്ട് വരുന്നു. അപ്പോൾ ഒരു പാരലോഗ്രാമിന്റെ ഡയഗണൽസ് ഈക്വൽ ആണെങ്കിൽ അവരുടെ ആംഗിൾസ് എന്തായിട്ട് വരുന്നു? 90 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ട് വരുന്നു. സോ ഇത് റെക്ടാംഗിൾ ആണ്. നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. സോ എ ബി സി ഡി ഇസ് എ റെക്ടാംഗിൾ. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമുക്കിനി എന്ത് ചെയ്യാം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഷോ ദാറ്റ് ഇഫ് ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ് ദെൻ ഇറ്റ് ഈസ് എ റോംബസ്. അതായത് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ആ ക്വാഡ്രിലാറ്ററൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാം. ഇതെന്താണ്? ഫോർ സൈഡഡ് ഫിഗേഴ്സ് എപ്പോഴും എന്തായിരിക്കും? ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. നമുക്ക് എന്ത് പേരിടാം? എ ബി സി ഡി ആയിട്ട് പേരിടാം. എന്നാ തന്നിരിക്കുന്നത്? എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്തിട്ട് റൈറ്റ് ആംഗിൾ അവിടെ ഫോം ചെയ്യുന്നു അല്ലെ? ബൈസെക്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഈ രണ്ട് പേരും ഈക്വൽ ആയിരിക്കും.
ഈ രണ്ടുപേരും ഈക്വൽ ആയിരിക്കും. അല്ലാതെ പോയിന്റ് അവരുണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിട്ട് വരുന്നു? 90 ഡിഗ്രി ആയിട്ട് വരുന്നു. നമുക്ക് പക്ഷെ എന്താ പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്? ABCD ഒരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താ റോംബസിന്റെ പ്രത്യേകത? എല്ലാ സൈഡ്സും സ്ക്വയർ പോലെ ഈക്വൽ ആണ്, പക്ഷെ സ്ക്വയർ പോലെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിക്ക് ഈക്വൽ അല്ല. മനസ്സിലായല്ലോ? വാട്ട് ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് ദ റോംബസ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, പക്ഷെ ആംഗിൾസ് എന്തിന് ഈക്വൽ അല്ല? 90 ഡിഗ്രിക്ക് ഈക്വൽ അല്ല. അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്ന പേരാ എന്താ? റോംബസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ബൈസെക്ട് ചെയ്യുന്നു. അപ്പൊ രണ്ടുപേരും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നു. അവരും O എന്ന് പറയുന്ന ആംഗിളിൽ റൈറ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവരൊരു റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്വസ്റ്റ്യൻ പിടികിട്ടിയല്ലോ. നമുക്ക് ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. എങ്ങനെയായിരിക്കും? തന്നിട്ടുള്ള കാര്യമാണ് OA ഇസ് ഈക്വൽ ടു OC എന്നും OD ഇസ് ഈക്വൽ ടു OB എന്നും തന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഈ ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ആംഗിൾ AOB ഇസ് ഈക്വൽ ടു ആംഗിൾ BOC ഇസ് ഈക്വൽ ടു ആംഗിൾ COD ഇസ് ഈക്വൽ ടു ആംഗിൾ AOD. എത്രയ്ക്ക് ഈക്വൽ? 90 ഡിഗ്രിക്ക് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അത്രയും മനസ്സിലായല്ലോ? ബിക്കോസ് ഫോം എ റൈറ്റ് ആംഗിൾ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും മനസ്സിലായല്ലോ? സെൻട്രലല്ല 90 ഡിഗ്രി ആണെന്ന്, രണ്ട് ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട്, രണ്ടുപേരും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്താ റോംബസ് എന്ന് പ്രൂവ് ചെയ്യണം? സൈഡ് ഒക്കെ ഈക്വൽ ആണ്. ABC ഈക്വൽ ടു BC ഇസ് ഈക്വൽ ടു CD ഇസ് ഈക്വൽ ടു AD ആണ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. നമ്മൾ ഇനി എങ്ങനെ പ്രൂവ് ചെയ്യും? പ്രൂവ് ചെയ്യാൻ നമുക്ക് രണ്ട് ട്രയാങ്കിൾ ആയിട്ടുള്ള AOBയും AODയും എടുക്കാം. അപ്പൊ എന്താണ്? കൺസിഡർ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ AOD. എന്താ അറിയാം? OA ഇസ് ഈക്വൽ ടു OA. എന്തുകൊണ്ട്? രണ്ടുപേരുടെ കോമൺ സൈഡാണ്. അപ്പൊ എന്തായിരിക്കും? OA ഇസ് ഈക്വൽ ടു OA. എന്താണ് റീസൺ? കോമൺ ആയിട്ടുള്ള സൈഡ് ആയതുകൊണ്ട്. ഓക്കെ അല്ലേ? പിന്നെ വേറെ എന്താ അറിയാം? OB ഇസ് ഈക്വൽ ടു OD തന്നിട്ടുള്ള കാര്യമാണ്. എന്താണ്? OB ഇസ് ഈക്വൽ ടു OD, അത് ഗിവൺ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ പറയാ? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലേ? അപ്പൊ എന്തായിരുന്നു? ആംഗിൾ AOB ഇസ് ഈക്വൽ ടു ആംഗിൾ B ഇസ് ഈക്വൽ ടു ആംഗിൾ AOD. എത്രക്ക് ഈക്വൽ ആണ്? 90 ഡിഗ്രിക്ക് ഈക്വൽ ആണ്. അപ്പൊ എന്താണ്? രണ്ട് സൈഡും അവർക്കിടയിൽ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ രണ്ട് ട്രയാങ്കിൾ എന്തായിട്ട് വരുന്നു? കോൺഗ്രന്റ് ആയിട്ട് വരുന്നു. ഏത് റൂളില്? സൈഡ് ആംഗിൾ സൈഡ് റൂൾ വെച്ച് അല്ലേ? അപ്പൊ എന്താണ്? ട്രയാങ്കിൾ AOB ഇസ് ഈക്വൽ ടു ട്രയാങ്കിൾ AOD. എന്തുകൊണ്ടാണ്? സൈഡ് ആംഗിൾ സൈഡ് റൂൾ വെച്ചിട്ട് എന്തായിട്ട് വരുന്നു? കോൺഗ്രുവൻ്റ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആകുമ്പം ABയും ADയും ഈക്വൽ ആവൂലേ? എന്തുകൊണ്ട്? അക്കോർഡിംഗ് ടു ദി CPCT റൂൾ. അപ്പൊ എന്തായിരിക്കും? AB ഇസ് ഈക്വൽ ടു AD. എന്താണ് റൂള്? CPCT റൂളായിട്ട് വന്നു. രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. AB ഇസ് ഈക്വൽ ടു ED. അപ്പൊ അത്രയും മനസ്സിലായല്ലോ? നമുക്കിനി ഇതേപോലെ അടുത്ത രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കാം. AOB ട്രയാങ്കിൾ എടുക്കാം, BOC ട്രയാങ്കിൾ എടുക്കാം. അപ്പൊ എന്തായിരിക്കും? കൺസിഡർ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ BOC. ഇത് രണ്ടും പ്രത്യേകത എന്താണ്? സെയിം പോലെ OB ഇസ് ഈക്വൽ ടു OB. എന്തുകൊണ്ട്? രണ്ടുപേർക്കും കോമൺ സൈഡാണ്. അപ്പൊ എന്താണ്? OB ഇസ് ഈക്വൽ ടു OB. എന്താണ് റീസൺ? ബിക്കോസ് ദേ ആർ കോമൺ സൈഡ്. മനസ്സിലായല്ലോ? പിന്നെ എന്താ അറിയാം? ആംഗിൾ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ എന്താണ്? ആംഗിൾ AOB ഇസ് ഈക്വൽ ടു ആംഗിൾ BOC ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി തന്നിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ പറയാം? ഇവർക്ക് OA ഇസ് ഈക്വൽ ടു OC. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? OA ഇസ് ഈക്വൽ ടു OC ഗിവൺ ആയിട്ടുള്ള കാര്യമാണ്. സെയിം റൂൾ വെച്ച് രണ്ട് ട്രയാങ്കിൾ കോൺഗ്രന്റ് ആവുന്നത്. എന്തുകൊണ്ട്? രണ്ട് സൈഡും ഇടയ്ക്കുള്ള ആംഗിൾസ് ഓഫ് ദി ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. അപ്പൊ എന്ത് വരുന്നു? ട്രയാങ്കിൾ AOB ഇസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ BOC. ഏത് റൂൾ? സൈഡ് ആംഗിൾ സൈഡ് റൂൾ വെച്ച്. അപ്പൊ ABയും BCയും ഈക്വൽ ആയിട്ട് വരത്തില്ലേ? എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദി CPCT റൂൾ. അപ്പൊ അടുത്ത രണ്ട് സൈഡ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ AB ഇസ് ഈക്വൽ ടു BC. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത രണ്ട് ട്രയാങ്കിൾ എടുക്കാം. ഏതൊക്കെ ട്രയാങ്കിൾ എടുക്കാം? അടുത്തടുത്തുള്ള ട്രയാങ്കിൾ എടുക്കണേ. ഏതായിരിക്കും? BOC ട്രയാങ്കിളും COD ട്രയാങ്കിളും എടുക്കാം. അപ്പൊ എന്തായിരിക്കും? കൺസിഡർ ട്രയാങ്കിൾ BOC ആൻഡ് ട്രയാങ്കിൾ COD. സെയിം കാര്യമാണ്. ഇപ്പൊ എല്ലാം കാണാപ്പാടം പോലെ അല്ലെ? എന്താണ്? OC ഇസ് ഈക്വൽ ടു OC. എന്തുകൊണ്ട്?
കോമൺ സൈഡ്. ഒ സി ഇസ് ഈക്വൽ ടു ഒ സി, കാര്യം എന്ന് പറയുന്ന കോമൺ സൈഡാണ്. പിന്നെ എന്താണ്, ഈ രണ്ട് ആംഗിൾ ഈക്വൽ അല്ലേ, തന്നിട്ടുണ്ട് 90 ഡിഗ്രി എന്ന ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. പിന്നെ എന്താണ്, ഈ രണ്ട് സൈഡും ഈക്വൽ അല്ലേ, എന്തുകൊണ്ട്, ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു. അപ്പൊ തന്ന കാര്യമാണ് ഒ ബി ഇസ് ഈക്വൽ ടു ഒ ഡി, എന്തുകൊണ്ട്, ഗീവൻ. അപ്പൊ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൈഡ് ആംഗിൾ സൈഡ് തിയറം വെച്ചിട്ട് രണ്ട് ട്രയാംഗിൾ എന്താണ്, കോൺഗ്രുവന്റ് ആണ്. അപ്പൊ എന്തായിരിക്കും, ട്രയാംഗിൾ ബി ഒ സി ഇസ് കോൺഗ്രുവന്റ് ടു ട്രയാംഗിൾ സി ഒ ഡി. ഏത് റൂൾ, സൈഡ് ആംഗിൾ സൈഡ് റൂൾ വെച്ചിട്ട്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ബി സി സൈഡും സി ഡി സൈഡ് എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ എന്താണ്, ബി സി ഇസ് ഈക്വൽ ടു സി ഡി. ഏത് റൂള് കൊണ്ട്, സി പി സി ടി റൂള് കൊണ്ട് ഈക്വൽ ആണ്. അപ്പൊ എന്തായിട്ട് വരുന്നു, ബി സി ഇസ് ഈക്വൽ ടു സി ഡി. എന്താണ് സി പി സി ടി, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ആംഗിൾസ് ആർ ഈക്വൽ. അത്രയും പിടി കിട്ടിയല്ലോ. അപ്പൊ എ ബി ആർക്ക് ഈക്വൽ ആണ്, എ ഡിക്ക് ഈക്വൽ ആണ്. അപ്പൊ എന്തായിരിക്കും, എ ബി ഇസ് ഈക്വൽ ടു എ ഡി അല്ലേ. അതേ എ ബി ആർക്ക് ഈക്വൽ ആണ്, ബി സിക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇസ് ഈക്വൽ ടു ബി സി. അതേ ബി സി എന്ന ആർക്ക് ഈക്വൽ ആണ്, സി ഡിക്ക് ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ക്വാഡ്രിലാറ്ററൽ ആരായിട്ട് മാറുന്നു, റോംബസ് ആയിട്ട് മാറുന്നു. എളുപ്പമുള്ളതല്ലേ. അടുത്തടുത്തിരിക്കുന്ന ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. പക്ഷെ എല്ലാവർക്കും ഒരേ പോയിന്റ് ആയതുകൊണ്ട് അത്ര കൺഫ്യൂഷൻ ഒന്നുമില്ല. എടുക്കുമ്പോൾ എന്തെടുത്താൽ മതി, അടുത്തടുത്തുള്ള ട്രയാങ്കിൾസ് എടുക്കാനായിട്ട് സൂക്ഷിച്ചാൽ മതിയാവും. അത്ര മനസ്സിലായാലോ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണ്, പക്ഷെ സാധനം എളുപ്പമാണ്, പക്ഷെ കുറച്ച് അധികം കാര്യം കണ്ടുപിടിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഷോ ദാറ്റ് ദി ഡയഗണൽസ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ ആൻഡ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഒരു സ്ക്വയർ ഉണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴേ മനസ്സിലായി. സ്ക്വയറിന് എന്ത് പേരിടാം, എ ബി സി ഡി എന്ന് പേരിടാം. ഈ സ്ക്വയറിന് എന്തുണ്ട്, ഡയഗണൽ ഉണ്ട്. ആദ്യത്തെ കാര്യം എന്താണ്, ഡയഗണൽ ആയിട്ടുള്ള എ സിയും ഡയഗണൽ ആയിട്ടുള്ള ബി ഡിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്, അവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ഒ എന്ന് പറയുന്ന പോയിന്റിൽ ബൈസെക്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. എന്താണ്, ഒ എ ഇസ് ഈക്വൽ ടു ഒ സിക്കും ഒ ബി ഇസ് ഈക്വൽ ടു ഒ ഡി ആണെന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്താണ്, ഒ എ ഇസ് ഈക്വൽ ടു ഒ സി ആണെന്നും ഒ ബി ഇസ് ഈക്വൽ ടു ഒ ഡി ആണെന്നും പ്രൂവ് ചെയ്യണം. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്താണ്, അറ്റ് റൈറ്റ് ആംഗിൾസ്, അവര് തമ്മിൽ 90 ഡിഗ്രി, അതായത് ആംഗിൾ എ ഒ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ സി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഒ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഒ ഡി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തൊക്കെയാണ് നമുക്ക് 3 കാര്യം പ്രൂവ് ചെയ്യാനുള്ളത്. ഒരു സ്ക്വയർ ഉണ്ടെന്ന് അറിയാം. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്, സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും, ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അത് നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്തൊക്കെ പ്രൂവ് ചെയ്യണം, ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, ഡയഗണലുകൾ ബൈസെക്ട് ചെയ്യാമെന്ന് പ്രൂവ് ചെയ്യണം. ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുമ്പോൾ ഓയിൽ റൈറ്റ് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. 3 കാര്യം നമുക്ക് ഈ ക്വസ്റ്റ്യനകത്ത് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ചധികം വലുതായിരിക്കും. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിപ്പോൾ എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമ്മൾ കോമൺ ബേസ് ആയിട്ട് എ ബി ബേസ് എടുത്തിട്ട് അവിടെ 2 ട്രയാങ്കിൾ ആയിട്ടുള്ള എ ബി ഡിയും എ ബി സിയും നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ എന്തായിരിക്കും, എ ബി സിയും അതുപോലെ തന്നെ എ ഡി ബി ആയിട്ട് 2 ട്രയാങ്കിൾ നമുക്ക് എടുക്കാൻ പറ്റും. കോമൺ ബേസ് എ ബി അല്ലേ. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ബി ഡി. ഓക്കെ അല്ലേ. നമുക്കിനി എങ്ങനെ പ്രൂവ് ചെയ്യാം, എ ബി ഇസ് ഈക്വൽ ടു എ ബി. എന്തുകൊണ്ട്, കോമൺ സൈഡ്. എ ബി ഇസ് ഈക്വൽ ടു എ ബി. എന്താണ് റീസൺ എന്ന് പറയുന്നത്, കോമൺ സൈഡ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്, എ ഡി ഇസ് ഈക്വൽ ടു ബി സി. എന്തുകൊണ്ടാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ്, അല്ലെങ്കിൽ എന്താണ്, സൈഡ്സ് ഓഫ് ദ സ്ക്വയർസ് എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ എന്താണ്, എ ഡി ഇസ് ഈക്വൽ ടു ബി സി. സൈഡ്സ് ഓഫ് ദി സ്ക്വയർസ് ആർ ഈക്വൽ. അത്ര മനസ്സിലായല്ലോ. പിന്നെ എന്താ പറയാ, ഈ 2 ആംഗിൾ എന്താണ്, ഈക്വൽ ആണ്. എന്തുകൊണ്ട്, സ്ക്വയറിന്റെ എല്ലാ ആംഗിൾസ് എന്തിന് ഈക്വൽ ആണ്, 90 ഡിഗ്രി ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ ഡി എ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ 2 സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണ്. സോ ട്രയാങ്കിൾ എന്തായിട്ട് മാറുന്നു, കോൺഗ്രുവന്റ് ആയിട്ട് മാറുന്നു. ഏത് റൂൾ വെച്ച്, സൈഡ് ആംഗിൾ സൈഡ് റൂൾ വെച്ച്. അപ്പൊ എന്തായിരിക്കും, ട്രയാങ്കിൾ എ ബി സി ഇസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ എ ബി ഡി. ഏത് റൂളാണ്, സൈഡ് ആംഗിൾ സൈഡ് റൂള് വെച്ച് വരുന്നുണ്ടോ. അത്ര മനസ്സിലായല്ലോ. അപ്പൊ എന്തായിട്ട് വരുന്നു, അവരുടെ കറസ്പോണ്ടിങ് സൈഡ് ആയിട്ടുള്ള ബി ഡിയും എ സിയും ആരായിട്ട് വരുന്നു,
ഈക്വൽ ആയിട്ട് വരുന്നു. അപ്പൊ എന്താണ് ബി ഡി ഇസ് ഈക്വൽ ടു എ സി. എന്തുകൊണ്ട്? അക്കോർഡിംഗ് ടു ദി CPCT റൂൾ വെച്ചിട്ട്. അപ്പൊ എന്ത് വന്നു? സ്ക്വയറിന്റെ ഡയഗണൽസ് ഈക്വൽ നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ കാര്യം പ്രൂവ് ചെയ്തു. നമ്മൾ എന്ത് എടുത്തു? ഒരു കോമൺ ബേസ് അല്ലെ, കോമൺ ബേസിൽ രണ്ട് ട്രയാങ്കിൾസ് എടുത്തു. അപ്പൊ കറസ്പോണ്ടിങ് സൈഡ്സ് ആയിട്ട് ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം അവര് ബൈസെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലേ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ അതിനായിട്ട് നമ്മൾ ഏതൊക്കെ ട്രയാങ്കിൾസ് എടുക്കുന്നുണ്ടാ? ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ടുള്ള AOB ട്രയാങ്കിളും COD ട്രയാങ്കിൾ എടുക്കണം. ഏതാണ്? 1ഉം 2 ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ഏതൊക്കെയാണ്? കൺസിഡർ ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ COD എടുക്കാം. നമുക്കിനി എന്ത് ചെയ്യാം? ഇവർ രണ്ടുപേരും കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു കാര്യം അറിയാം, എന്താണ്? ABC = CD. എന്തുകൊണ്ടാണ്? സൈഡ്സ് ഓഫ് ദി സ്ക്വയർസ് ആർ ഈക്വൽ. സോ AB = CD ആയിട്ട് വരുന്നുണ്ടാവും. എന്താണ്? സൈഡ്സ് ഓഫ് സ്ക്വയർ ആർ ഈക്വൽ അല്ലെ. പിന്നെ എന്തൊക്കെ അറിയാം? ഈ രണ്ട് ട്രയാങ്കിൾ എടുക്കുമ്പോൾ എന്തൊക്കെ അറിയാം? കൺഫ്യൂഷൻ ആയല്ലേ. അത് കൺഫ്യൂഷൻ നമുക്ക് എന്താ മാറ്റം എന്ത് ചെയ്യണം? നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കാം. AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്ന സൈഡ് എടുക്കുക അല്ലെ. രണ്ട് സൈഡ്സും എന്താണ്? പാരലൽ ആണ്. മാത്രമല്ല എന്താണ്? AC അവർ എന്ത് ചെയ്തു? ട്രാൻസ്വേഴ്സൽ ആയിട്ട് കട്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ആംഗിൾസ് എന്തായിട്ട് വരുന്നു? ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയിട്ട് ഈക്വൽ ആയിട്ട് വരും. മനസ്സിലായല്ലോ? എന്താണ്? ABയും CDയും നമ്മൾ എടുത്തു, AC അവരെ കട്ട് ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് ആംഗിൾ ആരായിട്ട് വരുന്നു? അകത്ത് രണ്ട് ആംഗിള്. നമുക്ക് ഫോർ എക്സാമ്പിൾ എളുപ്പത്തിന് ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് എളുപ്പത്തിന് എടുത്ത് വരയ്ക്കാവേ. ഒരു മിനിറ്റ്. അതായത് എന്താണ്? ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന് ABCD എന്ന് പറയുന്ന സ്ക്വയർ ഡയഗണൽ ഉണ്ട്. ആ ഡയഗണൽ നമ്മൾ എന്ത് ചെയ്യുന്നു? O വെച്ച് ബൈസെക്ട് ചെയ്യുന്നു. അകത്തെ ആംഗിളിന് 1 എന്നും ഇതിനെ 2 എന്നും ഇതിനെ 3 എന്നും ഇതിനെ 4 എന്നും നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. നമുക്ക് ഇനി എന്ത് ചെയ്യണം? ബൈസെക്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത് വരയ്ക്കുവാണ്. എന്താണ്? CDനെയും ABനെയും എടുത്തു വെച്ചു. CD എന്ത് ചെയ്യുന്നു? അല്ല, AC എന്ത് ചെയ്യുന്നു? അതിനെ കട്ട് ചെയ്തു അല്ലെ. അപ്പൊ ഈ ആംഗിൾ ഏതാണ്? 1 ആംഗിളും ഈ ആംഗിൾ ഏതാണ്? 3 ആംഗിൾ ആയിരിക്കും. അവരെന്തായിട്ട് വരുന്നു? ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആയിട്ട് വരുന്നു. ലൈൻസ് ആൻഡ് ആംഗിൾസിൽ പഠിച്ചാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ 1 is equal to ആംഗിൾ 3 ആയിട്ട് വരുന്നു. മനസ്സിലായല്ലോ? ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? CD എന്ന് പറയുന്ന ലൈനും AB എന്ന് പറയുന്ന ലൈനും എടുക്കാം. എന്നിട്ട് ഏത് ഡയഗണൽ എടുക്കാം? BD എടുക്കാം. BD എന്ത് ചെയ്യുന്നു? അവർ ട്രാൻസ്വേഴ്സലായിട്ട് കട്ട് ചെയ്തു. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ ഏതാണ്? 2ഉം ഇവിടെയുള്ള ആംഗിൾ ഏതാണ്? 4 ആയിരിക്കും. ഇതെന്ത് ഫോം ചെയ്യുന്നു? ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ഫോം ചെയ്യുന്നു. 2ഉം 4 എന്താണ്? ഓൾട്ടർനേറ്റീവ് ആണ്, ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ 2 is equal to ആംഗിൾ 4. ഡൗട്ട് ഒന്നുമില്ലല്ലോ? എളുപ്പമല്ലേ? അപ്പൊ എന്തായിട്ട് വരുന്നു? ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നു. എന്തുകൊണ്ട്? ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്. അപ്പോൾ ഒരു സൈഡ് അതിൻ്റെ മുകളിൽ രണ്ട് ആംഗിൾസ് എന്തായിട്ട് വരുന്നു? ഈക്വൽ ആയിട്ട് വരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ട്രയാങ്കിൾ AOB is congruent to ട്രയാങ്കിൾ COD. ഏത് തിയറം വെച്ച്? ആംഗിൾ സൈഡ് ആംഗിൾ അല്ലെ. ആംഗിൾ സൈഡ് ആംഗിൾ വെച്ചിട്ട് രണ്ടുപേരും കോൺഗ്രന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്ത് പ്രൂവ് ചെയ്യാം? കറസ്പോണ്ടിങ് പാർട്സ് ആയിട്ടുള്ള സൈഡ് ആയിട്ടുള്ള ഏതൊക്കെ ആയിരിക്കും ഈക്വൽ ആയിട്ട് വരാ? OA is equal to OC ആയിട്ട് OB is equal to OD ആയിട്ട് വരുന്നുണ്ടാവും. അക്കോർഡിംഗ് ടു ദി CPCT റൂൾ അല്ലേ. കറസ്പോണ്ടിങ് ആയിട്ടുള്ള OA is equal to OC ആയിട്ട് OB is equal to OD ആയിട്ട് വരുന്നുണ്ടാവും. ഈക്വൽ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? നമ്മൾ ആദ്യം AB കോമൺ ആയിട്ടുള്ള സൈഡ് വെച്ച് ഡയഗണൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. രണ്ട് ഓപ്പോസിറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് അവരുടെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്ത് നമ്മൾ ഈസി ആയിട്ട് പ്രൂവ് ചെയ്തു. അത്ര മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തത് ഈ ആംഗിൾസ് ഒക്കെ അല്ലെ, ഇതിന്റെ അകത്തുള്ള ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിപ്പോ എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുക? നമ്മൾ അടുത്തടുത്തുള്ള ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തായിരിക്കും. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്തത്. അപ്പൊ എന്തായിരിക്കും? ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ AOD കൺസിഡർ ചെയ്യാം. നമുക്ക് രണ്ടുപേരും കോൺഗ്രന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. AB is equal to എന്താണ്? AD. എന്തുകൊണ്ട്? because they are the sides of the triangle. AB is equal to AD. reason എന്താണ്? because they are the sides of the square. sides of square എന്താണ്? ഈക്വൽ ആണ്. OA is equal to OA. എന്തുകൊണ്ട്? രണ്ട് ട്രയാങ്കിളിന്റെ കോമൺ സൈഡ്. അപ്പൊ എന്തായിട്ട് വരുന്നു? OA is equal to OA. ആരാണ്? because they are the common side ആയിട്ട് വരുന്നു. ആൻഡ് നമ്മൾക്ക് അറിയാം എന്താണ്? OB is equal to OD ആയിട്ട് വന്നു. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്താണ് എന്ത്? OBയും ODയും ഈക്വൽ. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തേ ഉള്ളൂ. എന്താണ്? OB is equal to OD
പ്രൂവ്ഡ് അബവ് അല്ലെ. അപ്പൊ നേരത്തെ പ്രൂവ് ചെയ്ത കാര്യമാണ് പ്രൂവ്ഡ് അബവ്. അപ്പൊ എന്തായിട്ട് വരുന്നു? അപ്പൊ എന്താണ്? സൈഡുകളൊക്കെ എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ എന്തായിരിക്കും? കോമൺ സൈഡ് ആണ്, സൈഡിന്റെ സ്ക്വയർ ആണ്, ഇത് രണ്ടും ഈക്വൽ എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ എന്താണ്? സൈഡ് 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 SS റൂൾ വെച്ച് ട്രയാങ്കിൾ AOB ഇസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ AOD ആയിട്ട് നമ്മൾ എടുത്തു. ഏത് റൂൾ വെച്ച്? സൈഡ് 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 റൂൾ വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്താണ്? ഈ രണ്ട് ആംഗിൾസ് എന്തായിട്ട് വരുന്നു? ഈക്വൽ ആയിട്ട് വരുന്നു. അപ്പൊ എന്താണ്? ആംഗിൾ AOB ഇസ് ഈക്വൽ ടു ആംഗിൾ AOD. എന്തുകൊണ്ട്? CPCT റൂൾ വെച്ച്. അതവിടെ ഇരിക്കട്ടെ. ഇനി വേറൊരു സംഭവം നമുക്ക് മുകളിൽ എഴുതിയേക്കുന്ന മായ്ക്കാം. അതായത് BD എന്ന് പറഞ്ഞ ലൈൻ എടുത്തു, BD അല്ലേ. OA എന്ത് ചെയ്തു? അവിടെ വന്ന് ബൈസെക്ട് ചെയ്തു. ഇവിടെ ഒരു ലീനിയർ ആംഗിൾസ് ഫോം ചെയ്തില്ലേ? ആംഗിൾ AOBയും ആംഗിൾ AODയും ഏത് ആംഗിൾ ആണ്? ലീനിയർ പെയർ ആണ്. അപ്പൊ എന്തായിരുന്നു? ആംഗിൾ AOB പ്ലസ് ആംഗിൾ AOD ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? രണ്ട് ആംഗിൾ ഈക്വൽ നമ്മൾ നേരത്തെ CPCT റൂൾ വെച്ച് പ്രൂവ് ചെയ്തു. അപ്പൊ എങ്ങനെയായിരുന്നു? ആംഗിൾ AOB പ്ലസ് ആംഗിൾ AOB ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ടു ആംഗിൾ AOB is equal to 180 degree. Angle AOB is equal to 180 by 2 is equal to 90 degree. അപ്പോൾ രണ്ട് പേര് ആർക്ക് ഈക്വൽ ആയിട്ട് വന്നു? 90 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ട് വന്നു. ഓക്കെ അല്ലേ? ഇതേപോലെ നമുക്ക് അടുത്ത രണ്ട് കോൺഗ്രുവൻസ് അതിൻ്റെ എടുത്തൂടെ? ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തൂടെ? അപ്പൊ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരുന്നു. ഇത് കോമൺ ആണ്. OA is equal to OC എന്ന് പ്രൂവ് ചെയ്തു. SSS റൂൾ വെച്ച് രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവന്റ് ആണ്. വീണ്ടും ലീനിയർ പെയർ എടുക്കുന്നു. രണ്ട് ആംഗിൾ 180 ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് പാർട്സ് ആയതുകൊണ്ട് ഈക്വൽ ആവുന്നു. സെയിം പ്രൊസീജിയർ ആയിട്ട് അവിടെ എന്തായിട്ട് വരുന്നു? ഈക്വൽ ആയിട്ട് വരുന്നു. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? മനസ്സിലായല്ലോ? അപ്പൊ എന്ത് മനസ്സിലായി? ആംഗിൾസും 90 ഡിഗ്രിക്ക് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അപ്പൊ അത്രയും മനസ്സിലായല്ലോ? ഒരു സ്ക്വയറിന്റെ ഡയഗണലുകൾ ഈക്വൽ ആയിരിക്കും, ഡയഗണലുകൾ ബൈസെക്ട് ചെയ്യുന്നുണ്ടാകും, അവിടെ 90 ഡിഗ്രിയും ഫോം ചെയ്യുന്നുണ്ടാകും. അത്രയുമാണ് മനസ്സിലാക്കിയത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത 4 ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാകും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കൂടെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല ക്ലാസ്സുകൾക്കായിട്ട് ആൽഫോട്ടോയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.